ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി സംസ്ഥാന ആയുഷ് വകുപ്പും നാഷണൽ ആയുഷ് മിഷനും സംയുക്തമായി മൂവാറ്റുപുഴയിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചു. നഗരസഭാ കാര്യാലയത്തിന് മുൻപിൽ നിന്നും ആരംഭിച്ച വാക്കത്തോൺ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ PM അബ്ദുൾ സലാം ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹെൽത്തി കേരള ക്യാമ്പയിന്റെ ഭാഗമായി മൂവാറ്റുപുഴയിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചു. കേരള സർക്കാർ ആയുഷ് വകുപ്പിന്റെയും നാഷണൽ ആയുഷ് മിഷൻ കേരളയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഹെൽത്തി കേരള ക്യാമ്പയിന്റെ മൂവാറ്റുപുഴ നിയോജകമണ്ഡലത്തിലെ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് വാക്കത്തോൺ സംഘടിപ്പിച്ചത്. മൂവാറ്റുപുഴ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച് PO ജംഗ്ഷൻ ചുറ്റി തിരികെ എത്തുന്ന രീതിയിലാണ് വാക്കത്തോൺ നടത്തിയത്. മൂവാറ്റുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സൺ PM അബ്ദുൾ സലാം വാക്കത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. നമുക്കറിയാം, മുൻകാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലുകളും അവിടുത്തെ സ്റ്റാഫും കൂടുതൽ ജനകീയമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പല ആളുകളും ഇത് വേണ്ടവിധം ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് മൂവാറ്റുപുഴയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ആയുർവേദ ഹോസ്പിറ്റലിൽ അവിടുത്തെ നേഴ്സസും അതുപോലെ സൂപ്രണ്ടും ഡോക്ടേഴ്സൊക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഹോമിയോയുടെ സൂപ്രണ്ടിനെ പറ്റി പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഏറ്റവും നല്ല ഫ്രണ്ട്ലി ആയിട്ട് ആളുകളോട് പെരുമാറി. അത് നമുക്ക് ഒരു തവണ അവിടെ പോയാൽ വീണ്ടും പോകാൻ തോന്നും. മുൻകാലങ്ങളിലൊക്കെ ഇതിന് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ജനങ്ങളോട് എത്തിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഈറ്റ് വെൽ, ആക്ട് വെൽ, അതുപോലെ സ്ലീപ്പ് വെൽ, കെയർ വെൽ, ഈ 4 സിസ്റ്റത്തിലൂടെ 4 രീതിയിലൂടെ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ആരോഗ്യം നിലനിർത്തുക എന്ന പ്രഥമമായ ലക്ഷ്യമാണ് ഇത്തരം ക്യാമ്പയിനുകളിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരോഗ്യശീലങ്ങളിലൂടെ മെച്ചപ്പെട്ട ആരോഗ്യം എന്ന ലക്ഷ്യത്തിലേക്ക് ഒന്നിച്ച് കൈകോർക്കുകയാണ് ആയുഷ് വകുപ്പ്. ഭാരതീയ ചികിത്സാ വിഭാഗമായ ആയുർവേദത്തിന്റെയും ഹോമിയോപ്പതി ചികിത്സയുടെയും യോഗ, പ്രകൃതി ചികിത്സ. കേരളത്തിലെ ജനങ്ങളുടെ ജീവിതശൈലിയിൽ ആരോഗ്യകരമായ മാറ്റം കൊണ്ടുവരുന്നതിനും അനുദിനം വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനുമായി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച ജനകീയ ക്യാമ്പയിനാണ് ആരോഗ്യം ആനന്ദം. ആയുഷ് വകുപ്പ് ഈ ചികിത്സാശാസ്ത്രങ്ങളെ അടുത്തറിയാനും മനസ്സിലാക്കാനുമായി ഈ മാസം 28-ന് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവിധ വിഷയങ്ങളിൽ സെമിനാറും സംഘടിപ്പിക്കും. ഡോക്ടർ മാത്യു കുഴൽനാടൻ MLA സെമിനാർ ഉദ്ഘാടനം ചെയ്യും. വാക്കത്തോണിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ, മൂവാറ്റുപുഴ നിയോജകമണ്ഡലത്തിലെ സർക്കാർ ആയുർവേദ ഹോമിയോപ്പതി സ്ഥാപനങ്ങളിലെ ഡോക്ടർമാർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.